ഹായ്, ദിസ് ഇസ് റോഷ്നി. ഹാപ്പി ന്യൂ ഇയർ 2024. ഒരു പുതിയൊരു വർഷം കൂടെ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആരോഗ്യവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇയർ ആവട്ടെ ഈ ഒരു 2024. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു ബീച്ച് റിസോർട്ടാണ്. ചെന്നൈയിൽ നിന്ന് നമ്മൾ മഹാബലിപുരത്തേക്ക് വരുമ്പം ഒരു രാജസ്ഥാനി ടൈപ്പിൽ ചെയ്തിരിക്കുന്ന ഒരു ആർക്കിടെക്ചറൊക്കെ ഭയങ്കര രസമാണ്. ഇതിൻ്റെ എലിവേഷൻ ഭയങ്കര ഭംഗിയാണ്. സോ എനിക്ക് കുറേ നാളായിട്ട് ഈ ഒരു റിസോർട്ടിൽ വരണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കാണാം. നമുക്ക് 24 hours കിട്ടില്ല. ചെക്കിംഗ് ടൈം വരുന്നത് 3 o'clock ആണ് ഈവനിങ്. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് 12 o'clock ആസ് യൂഷ്വൽ ചെക്ക് ടൈം നമുക്ക്. പക്ഷേ ഇതിൽ ഇൻസൈഡ് വന്നു കഴിയുമ്പം നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം റൂമിൽ തന്നെ ഇരിക്കാൻ നമുക്കൊരു താല്പര്യം തോന്നുമല്ലോ. അങ്ങനത്തെ ഒരു റിസോർട്ടല്ല കേട്ടോ. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ബീച്ച് റിസോർട്ടാണ്. എൻട്രി തൊട്ട് പിന്നെ ഹൈ ടീ ടൈം ഉണ്ട്. പിന്നെ പൂള് നമുക്ക് രാത്രിയിലും 8 o'clock വരെ പൂളിൽ സ്പെൻഡ് ചെയ്യാം. പിന്നെ ഡിന്നർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിൽ പോവാം. ബീച്ചിൽ 24 hours ഉണ്ട്. പിന്നെ നമുക്ക് പേരൻസ് ഒക്കെ വന്നു, അവർക്ക് ബീച്ചിൽ നടക്കാൻ വയ്യെങ്കിൽ ഇവർ തന്നെ അവിടെ കൊണ്ടേ ആക്കും. അവിടെ 2 സെക്യൂരിറ്റീസ് ഉണ്ട്, അവർ തന്നെ കൊണ്ടുവന്ന് വിടും. അങ്ങനെ വളരെ കംഫർട്ടായിട്ടുള്ള ഒരു റിസോർട്ട് കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തി. നല്ലൊരു റൂം. നമുക്ക് വരുന്ന വഴിയും അല്ലെങ്കിൽ ഈ റൂമിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗങ്ങളും ഒക്കെ ഒരു രാജസ്ഥാനി ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തത് പൂൾ വ്യൂ ഉള്ളതായിരുന്നു. പൂൾ വ്യൂ ഇല്ലാത്തതുണ്ട്. അപ്പോൾ അതിനൊക്കെ ആ ഒരു പ്രൈസ് ഡിഫറൻസും ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ റൂമിൽ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഈവനിങ് ഹൈ ടീ ടൈമിലേക്ക് പോവാണ്. ഹൈ ടീ എന്ന് പറയുന്ന ഒരു പേരിൽ തന്നെ മനസ്സിലായല്ലോ. ഒരു നോർമൽ ടീ, കോഫി, 2 സ്നാക്സ് അങ്ങനെയൊന്നുമല്ല. കുറേ ഐറ്റംസ് ഉണ്ട്. അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം നമുക്ക്.
അത്രയും ഐറ്റംസ് ഉണ്ട്. നല്ല ടേസ്റ്റി ഐറ്റംസ് ആയിരുന്നു എല്ലാം തന്നെ, ഫുഡ് ഐറ്റംസ്. ആ ഒരു ടൈമിൽ നമ്മൾ കഴിക്കാൻ മാത്രമല്ല, നമുക്ക് അത്രയും ഭക്ഷണം കഴിക്കാനും പറ്റുന്നുണ്ട്. ആ സമയത്ത് രാജസ്ഥാനി ഡാൻസ്, പാട്ട്, അങ്ങനെ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യാണ് ആ സമയത്ത്. ശരിക്കും നമ്മൾ ആ ഒരു ഫീല് കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും അവിടെ. അങ്ങനെ നമുക്ക് ഇവിടെ വന്നതിൻ്റെ, ഇപ്പം നമ്മൾ ഇവിടെ വന്ന് നമുക്ക് ആ ഒരു ടൈമോട് കൂടിയിട്ട് ആ ഒരു ഫീലിലേക്ക് നമ്മൾ പോവാണ്. പിന്നെ അവിടെ ഭയങ്കര രാജസ്ഥാനി ഡാൻസ് ഉണ്ട്. കുറേ ആൾക്കാരെല്ലാം പോയി കളിക്കുന്നുണ്ട് അവരുടെ കൂടെ. ഞാനും ഡാൻസ് ചെയ്തു. അപ്പോൾ എൻ്റെ മമ്മി അവിടെ ഉണ്ടായിരുന്നു, അടുത്തിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ മമ്മീനെയും ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മമ്മി 2 സ്റ്റെപ്പ് വെച്ചു. ഒരു രസം. ഇതാണ് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയ, പൂൾ വ്യൂ ഉള്ളൊരു. ഈ പൂള് ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. 151 മീറ്റേഴ്സോളം നീളമുള്ള പൂളാണ് ഇത്. ഇവിടെ നമ്മളിത് കാണുന്ന പോലെയല്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ പൂളിൽ ഇറങ്ങുമ്പോൾ കിട്ടുന്നൊരു ഫീല് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ്. കാരണം നമ്മൾ ഇതിന് മുന്നേയും പൂളുകളിൽ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇതൊരു വളരെ വൈബായിട്ടുള്ളൊരു സംഭവമാണ്. വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു രസം ഉണ്ടായിരുന്നു പൂളിലിറങ്ങാൻ. ഞങ്ങൾ പിന്നെ വൈകിട്ട് ഈ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോയി. കാരണം അതൊന്നും നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കത് എന്താണെന്ന് സംഭവം എന്ന് അറിയാൻ വേണ്ടി പുറകിലേക്ക് പോയപ്പം ഒരു വലിയൊരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൗണ്ട് പോലെ ഒരു സംഭവം, ഇവരുടെ തന്നെ റിസോർട്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ബീച്ചിലൊന്ന് പോകണം, ഇതിൻ്റെ എൻഡിലാണ് ബീച്ച്. അപ്പോൾ ബീച്ചിലൊന്ന് പോകണം എന്നോർത്തു. അപ്പോൾ അങ്ങനെ ബീച്ചൊന്ന് കണ്ടിട്ട് വരാമെന്ന് ഓർത്തിട്ട് ബീച്ചിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഇവിടുന്ന് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, നമ്മുടെ ഹോട്ടലിൻ്റെ ശരിക്കുള്ളൊരു ഒരു ഭംഗി കാണാൻ പറ്റും കേട്ടോ ബാക്ക് സൈഡിൽ നിന്ന്. അങ്ങനെ നമ്മളവിടെ അവർ ഡ്രോപ്പ് ചെയ്തു. കുറച്ച് നേരം നമ്മൾ ബീച്ചൊക്കെ ഒന്ന് കറങ്ങി കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് നമ്മൾ പോയി. അതെന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ പറയാം കേട്ടോ. നമ്മൾ ബീച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോവാം. പക്ഷേ പൂളിലുള്ള ടൈമിംഗ് എന്ന് പറയുന്നത് 8 o'clock ക്ലോസ് ചെയ്യും.
പക്ഷേ നമ്മൾ നൈറ്റ് പൂളിൽ ഇറങ്ങിയില്ലെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ബീച്ചിൽ നിന്ന് വന്നത്. അങ്ങനെ ഒരു നൈറ്റ് ഒരു പൂളിലൊരു എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പൂളിൽ നിന്ന് നമ്മൾ തിരിച്ച് റൂമിലെത്തിയപ്പോഴേക്കും നമുക്കൊരു ചോക്ലേറ്റ് വന്നു, ഗുഡ് നൈറ്റ് ചോക്ലേറ്റ്. അപ്പോൾ അത് കഴിച്ചു. കാര്യം നമ്പർ കുറവായിരുന്നു, പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഡിന്നർ ടൈമായി. ഡിന്നറ് ഇവിടെ ബുഫേ ഉണ്ട്, നമുക്ക് നേരത്തെ വേണമെങ്കിൽ നമുക്കത് ബുക്ക് ചെയ്യാം. പക്ഷെ ഞങ്ങൾ ഡിന്നറ് ബുഫേ ബുക്ക് ചെയ്തില്ല. കാര്യം നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല അധികം. അതുകൊണ്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ 1-2 ഐറ്റംസൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചു. അങ്ങനെ ഡിന്നറ് ഭയങ്കര ഹെവി ഡിന്നർ തന്നെയാണ് ബുഫേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ 1-2 ഐറ്റംസ് മാത്രം മതിയെങ്കിൽ നമുക്കത് ഓർഡർ ചെയ്ത് അത് മാത്രം കഴിക്കാം. അങ്ങനെ ഡിന്നർ ഫിനിഷ് ചെയ്തു. നമ്മൾ നേരത്തെ ബീച്ചിൽ നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ബീച്ച് സൈഡിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് കുട്ടികൾ, വലിയ ആൾക്കാർ, ഏജ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു ഫാമിലി ഒരു അറ്റ്മോസ്ഫിയർ അവിടെ കണ്ടത്. എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് വന്നിരിക്കുന്ന അങ്ങനത്തെ ഒരു ബീച്ച് സൈഡായിരുന്നു ആ സമയത്ത് നമ്മൾ വൈബ് കിട്ടിയത്. പിന്നെ കുറച്ച് നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. എൻ്റെ ഫാമിലിയിലുള്ളവർക്കും ഭയങ്കര ഹാപ്പിയായി അവരെല്ലാവരും. അങ്ങനെ നമ്മൾ റൂമിലേക്ക് വന്നു. റൂമിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് റൂമിൽ കോംപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അത് ഫുള്ള് നമുക്ക് കഴിക്കാം. അതൊന്നും നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്ന പേയ്മെൻറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ നമ്മൾ രണ്ടാമത് റീഫിൽ ചെയ്യണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. പിന്നെ റൂമിലാണെങ്കിലും പല ടൈപ്പ് ഓഫ് റൂമുകൾ ഇവിടെ ഉണ്ട്. ഇതിനും വലിയ റൂമുകളുണ്ട്. പിന്നെ 2 വില്ലകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവർ. അതൊക്കെ ബീച്ച് സൈഡ് വ്യൂ ആയിട്ടാണ്. ഈ റൂമിൻ്റെ ബാത്റൂം അല്ലെങ്കിൽ റൂം എല്ലാത്തിലും അല്ലെങ്കിൽ ഒരു പാലസിൻ്റെ ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധിക്കുമോ അതെല്ലാം ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരുന്നു നൈറ്റിൽ. കാരണം എല്ലാവരും ബീച്ച് സൈഡിലാണ് കേട്ടോ ഇപ്പോഴും. മോർണിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ വന്നതാണ്. ഭയങ്കര ശാന്തത. നമ്മുടെ പൂളിൽ ഇറങ്ങേണ്ട സമയം ആയിട്ടില്ല. ടൈമിംഗ് ആയിക്കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ ആൾക്കാരുണ്ടാവും. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കുറച്ച് നേരം ഇങ്ങനെ രാവിലെ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ ആ പുറകിലത്തെ ഗ്രൗണ്ട് ലാൻഡ്സ്കേപ്പിംഗ് ഏരിയയിലേക്ക് ഇറങ്ങി.
അങ്ങനെ ബീച്ച് സൈഡിലേക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ രാത്രിയിൽ അല്ലേ കണ്ടത്. അപ്പോൾ പകൽ അപ്പോൾ നോക്കുമ്പോൾ കുറേ ആൾക്കാർ മോർണിംഗ് നടക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ച് സൈഡിലെത്തി. അങ്ങനെ കുറച്ചു നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ഓർത്തു. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാം നല്ല ടേസ്റ്റാണ്. കാരണം ഇത് കുറേ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം പറ്റിയ രീതിയിലാണ് ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഇവർ ചെയ്തിരുന്നത്. രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ നെട്ടിപ്പോയി. കാര്യം വെച്ചാൽ കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്കെല്ലാം കഴിക്കാൻ പോലും പറ്റില്ല, അത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു. ഐസ്ക്രീംസ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും. അത് ഒരു ഐസ്ക്രീം 2 ഐറ്റംസ് ഒന്നും അല്ല, കുറേ ടൈപ്പ് ഓഫ് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ശരിക്കും സാവകാശം ഇരുന്ന് പതുക്കെ കഴിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒരു ഫീല്. അപ്പോഴും നമ്മുടെ ചേട്ടൻ രാവിലെ വന്നു, ഓടക്കുഴലിൽ ഊതാനായിട്ട് വന്ന്. അപ്പോൾ അങ്ങനെ അവിടെ ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്തു. അത് ഞാൻ പറയണേ, എപ്പോഴും ആ ഒരു വൈബ് നമ്മൾ എൻട്രൻസിൽ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു വൈബ് കിട്ടും. ഹൈ ടീ ടൈം കിട്ടും. പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലും കിട്ടി. എക്സ്ട്രാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷെ അതിനുള്ളൊരു ടൈമില്ല. പക്ഷേ എനിക്ക് മോർണിംഗ് ഒന്നുകൂടെ പൂളിൽ ഇറങ്ങണം തോന്നിയതുകൊണ്ട് ഞാൻ പൂളിലിറങ്ങി. നമ്മള് ഇതിന്റെ സൈഡിൽ കൂടെ നടക്കണ പോലെയല്ല, പൂളിൽ ഇറങ്ങുമ്പോ കിട്ടുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. രേണു രന രന രേണു രേണു
no. Dim dum da na da dim da na na dim dum da na da dim da na dim dum da na dim dum da na da dim da na o da ni da na di da na na o da ni da na di da na na da di na da. മഹാബലിപുരം വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കാണേണ്ട 2-3 പ്ലേസസ് ഉണ്ട്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസസിൽ രണ്ട് സ്ഥലങ്ങളാണ് പഞ്ചരഥാസ് ആൻഡ് ഷോ ടെമ്പിൾ. അപ്പോൾ ഈ ഒരു 2 സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്തു. ഹിസ്റ്ററി ലവേഴ്സിനൊക്കെ പറ്റിയൊരു പ്ലേസാണ്. ഇവിടെ വന്നതാണ് എനിക്ക് ഓർമ്മയുള്ളൂ, ഒരു ദിവസം പോയതറിഞ്ഞില്ല. ശരിക്കും ഇതൊരു പാലസാണ്. നമുക്ക് ഒരു രാജസ്ഥാനിലൊക്കെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു വൈബ് കിട്ടുള്ളൂ. പക്ഷെ ആ വൈബ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പം അതൊരു പ്രത്യേക രസമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ വരണം എന്നുള്ളവർക്ക് പറ്റിയ ഒരു ബീച്ച് റിസോർട്ട് തന്നെയാണ്. ഇതൊരു ഷോപ്പാണ്, ചെറിയൊരു ഷോപ്പ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട്, ഇൻഡോർ ഗെയിംസിനുള്ള ഏരിയ ഉണ്ട്, സ്പാ, പൂൾ, ജിം, അതുകൊണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട്. സോ ഇവിടെ ഇതൊരു ചെറിയ കടയാണ്. ഒരു ആന്റിക് പീസുകൾ, രാജസ്ഥാനി കൈൻഡ്, പിന്നെ വേറെ കുറെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കിട്ടുന്ന ഒരു കടയാണ് ഇതിനുള്ളിൽ. എനിക്കിവിടെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ പോകാനുള്ള ടൈം അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം ചെക്കൗട്ട് ടൈമായി. സോ എൻ്റെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു. നിങ്ങൾക്ക് ഈ ഒരു റിസോർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വളരെ സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് പോകട്ടെ. സോ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.